സുഹൃത്താളെ ഇന്ന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ആ പ്രസ്താവന ഗോവിന്ദമാഷയുടെ പ്രസ്താവന. പൊതുവിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുതെന്ന പിന്തിരിപ്പൻ നിലപാടാണ്. ചാട്ടിൻ പിടിക്കുന്നവർക്ക് പിടിച്ചെനിക്കാനാവില്ല. കാന്തപുരത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി ഗോവിന്ദമാഷ്. ഈ ഗോവിന്ദമാഷിൻ്റെ ഒക്കെ സുടുസുടുപ്പ് കാണുമ്പോഴേ നമുക്ക് PC ജോർജിന് ഓർമ്മ വരികയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ, കുറച്ച് നിലപാട് CPM ഉണ്ടെങ്കിൽ അയാളെ പിടിച്ച് ഔത്താക്കാൻ വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുക. അതാണ് ആണത്വം. അല്ലാതെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്, അവരുടെ ജീവിതം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ആ സമുദായത്തെ, ആ ഒരു മതത്തെ നിയന്ത്രിക്കേണ്ടതും ആ മതത്തിന് നിയമങ്ങൾ പറയേണ്ടതും പണ്ഡിതന്മാർ അവരെ മതത്തിന് നിയമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആ മതത്തിനെ സ്വീകരിക്കുന്നവരും ആ കാന്തപുരം വിഭാഗത്തിന് അംഗീകരിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ആണ് ആ പണ്ഡിതന് ഉത്ബോധനം കൊടുക്കേണ്ടത്. അതിന് ഈ ഗോവിന്ദമാഷ് കിടന്നിക്കാണ്ട് സുടുസുടുപ്പ് എടുക്കണ ആവശ്യമൊന്നുമില്ല. അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ PC ജോർജിനെ പോയി എതിർക്കട്ടെ എന്ന്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ സുടുസുടുപ്പ് കാണിക്കേണ്ടത്. കണ്ണൂർ ജില്ലാ ഏരിയ സെക്രട്ടറിമാർ CPM-ൻ്റെ ആണ്. ഒരൊറ്റ ആളും ഇതിൽ സ്ത്രീകളില്ല. ഇവരെ ഈ സുടുസുടുപ്പ് കാണുമ്പോണ്ടല്ലോ എന്താ പോലെ പറഞ്ഞിപ്പോൾ അതും വേണ്ട. ഒരു 2 ദിവസം മുമ്പ് നമ്മൾ വിനായകന് തുണി പൊക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ഗോവിന്ദമാഷിന് നിലപാട് പറയാത്തത്? നിലപാട് പറയുമ്പോൾ എല്ലാത്തിനും നിലപാട് പറയണം. വേണ്ട വിനായകന്റെ കോലം കണ്ടില്ല ഞങ്ങള്? ഇതിനെതിരെ അന്തിച്ചർച്ചകളില്ല, ഒരു വിഷയങ്ങളുമില്ല. ഇതിനെതിരെ നിലപാട് വേണ്ടില്ല. നിലപാട് എന്ന് പറഞ്ഞാൽ അത് മതത്തിന് നേതാക്കന്മാര്, പണ്ഡിതന്മാര് ആ മതത്തിനെ സ്വീകരിച്ച മതത്തിന്റെ കാര്യങ്ങളെ അംഗീകരിച്ച് മതനിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഉത്തരവാദിത്തമാണ്. അത് ഓരോരോ വൈക്കൂല. ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നിലപാടില്ലാത്ത ഈ ഗോവിന്ദമാഷിനെ ഈ നിലപാട് ഇയാൾ സുഹൃത്തുക്കളൊക്കെ കാണണമെങ്കിൽ അല്ലാതെ പണ്ഡിതന്മാരെ പറഞ്ഞ കേൾക്കല്ല.